Hello everyone, welcome back to my YouTube channel Learn with Ease. Learn with Ease ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ Keam 2021 OMR ഷീറ്റ് എക്സാമിന് എങ്ങനെയായിരിക്കുന്നതെന്ന് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അതായത് Keam 2020 OMR ഷീറ്റ് എങ്ങനെയായിരുന്നു എന്ന് ഞാനൊരു സാമ്പിൾ കാണിച്ചു തരുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ Keam 2021 OMR ഷീറ്റ്. സോ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും കാണുക. ആൻഡ് ഇതെന്ന് പറയുന്നത് എൻജിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിന് എക്സാമിനേഷൻ ഉണ്ട് കീമിൻ്റെ. സോ ആ എക്സാമിനേഷന് വരുന്ന OMR ഷീറ്റ് എങ്ങനെ ഇരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ്. പേപ്പർ 1 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയും പേപ്പർ 2 മാത്തമാറ്റിക്സും അറ്റൻഡ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്. പേപ്പർ 1 ആണെന്നുണ്ടെങ്കിൽ പേപ്പർ 2 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ OMR ഷീറ്റ് എന്ന് പറയുന്നത് ഇവിടെ 2 കളറിലായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അത് ഒന്നാമത്തത് മോർണിംഗ് സെഷൻ്റെയും രണ്ടാമത്തത് ഈവനിങ് സെഷൻ്റെ ആയിരുന്നു OMR ഷീറ്റ്സ്. സോ നിങ്ങൾ ആ മേളിലത്തെ ഞാൻ ഈ ആരോ ഇട്ട് കാണിക്കുന്ന ആ പോർഷൻ നോക്കുമ്പോഴേക്കും അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു OMR ഷീറ്റ് കൂടെ ഉണ്ടായിരുന്നു എന്ന്. സോ ആക്ച്വലി നിങ്ങൾക്ക് കിട്ടുന്ന OMR ഷീറ്റിൽ 2 OMR ഷീറ്റായിരിക്കും ഉണ്ടായിരിക്കുക, പുറത്തൊന്നും അകത്തൊന്നും. ആ പുറത്തുള്ളതിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ. പുറത്തുള്ള OMR ഷീറ്റ് ഒരു ഓറഞ്ച് കളറിലായിരിക്കും, അതിൻ്റെ നല്ല തിക്കണ്ടായിരിക്കും ആ OMR ഷീറ്റ് എന്ന് പറയുന്നത്. സോ അതിന് പിന്നിലായിരിക്കും ഈ കാണുന്ന നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന OMR ഷീറ്റ് ഉണ്ടായിരിക്കുക. സോ നമ്മൾ മറ്റ് പുറത്തുള്ള OMR ഷീറ്റിൽ ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ ഉള്ളിലുള്ള OMR ഷീറ്റിലൂടെ അതെന്ത് ചെയ്യാം, നമുക്ക് കാണാനായിട്ട് അതിങ്ങനെ സ്കെച്ച് എടുക്കുന്ന പോലെ വരും. പക്ഷേ യു ആർ നോട്ട് സപ്പോസ് ടു സെപ്പറേറ്റ് ദീസ് 2 OMRs. അത് ഇൻവിജിലേറ്ററാണ് അറ്റ് ദ എൻഡ് ഓഫ് ദി എക്സാമിനേഷൻ സെപ്പറേറ്റ് ആക്കി തരിക. അതുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്ന ആ ഓറഞ്ച് OMR ഷീറ്റിൽ മാത്രം നിങ്ങളുടെ ഡീറ്റെയിൽസും അതുപോലെ ആ തന്നിട്ടുള്ളവർക്ക് ഫില്ല് ചെയ്യുകയും അതുപോലെ ആൻസേഴ്സ് മാർക്ക് ചെയ്യാനും പാടുള്ളൂ. അറ്റ് ദ എൻഡ് ഓഫ് ദി എക്സാമിനേഷൻ ഇൻവിജിലേറ്റർ ആയിരിക്കും അത് സെപ്പറേറ്റ് ചെയ്ത് തരിക. നിങ്ങൾ ഒരു കാരണവശാലും അത് സെപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ഇനി നമുക്ക് ഈ OMR ഷീറ്റിൽ എന്തൊക്കെ ഡേറ്റ ആയിരിക്കും ഫില്ല് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ. സോ അതിൽ ഒന്നാമതെന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ വേർഷൻ കോഡ്, അതാണ് ഫസ്റ്റ് ഉള്ളത്. അപ്പോൾ വേർഷൻ കോഡ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏത് വേർഷൻ കോഡാണോ അത് വേണം നിങ്ങളവിടെ ബബിൾ ചെയ്യാനായിട്ടുള്ളത്. ബബിൾ ചെയ്യുകയും ചെക്ക് ബോക്സിനുള്ളിൽ നിങ്ങൾ എഴുതുകയും ചെയ്യണം. ഇപ്പം B1 B2 B3 B4 അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ വേർഷൻ കോഡ് ഡിഫറെൻ്റ് ആയിരിക്കും ഈ വർഷം. സോ അത് ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അത് ബബിൾ ചെയ്യുകയും അതുപോലെ അതിൻ്റെ കറസ്പോണ്ടിങ് അതിലേക്ക് ബബിൾ ചെയ്ത് കൂടെ വയ്ക്കുക. ദെൻ സെക്കൻഡ് വൺ നമ്മുടെ റോൾ നമ്പർ ആണ്. റോൾ നമ്പർ നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ തന്നെ ഉണ്ടായിരിക്കും. അത് ചെക്ക് ബോക്സസിൽ എഴുതുകയും അതനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് തെറ്റുകൂടാണ്ട് ബബിൾ ചെയ്യുകയും ചെയ്യുക. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് സീരിയൽ നമ്പർ. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അതിൻ്റെ ബുക്ക്ലെറ്റ് സീരിയൽ നമ്പർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടായിരിക്കും. അത് അതുപോലെ തെറ്റുകൂടാണ്ട് നമ്മൾ ആ ചെക്ക് ബോക്സസിൽ എഴുതുകയും ബബിൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് നാലാമത്തത് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്സ്. അത് കംപ്ലീറ്റ്ലി ക്യാപ്സ് ലോക്കിൽ എഴുതുക. കംപ്ലീറ്റ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് നിങ്ങളുടെ നെയിം എഴുതുക. അത് കഴിഞ്ഞ് റോൾ നമ്പർ ആണ്, അത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടായിരിക്കും. അതും കൃത്യമായിട്ട് തന്നെ ഓരോ ബോക്സസിലായി എഴുതുക. ദെൻ സിക്സ്ത് വൺ നെയിം ഓഫ് ദ സബ്ജക്റ്റ് ആണ്. രാവിലെ നടക്കുന്ന ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്ന ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ നെയിം ഓഫ് ദ സബ്ജക്റ്റിൻ്റെ അവിടെ എഴുതുക. അല്ല നിങ്ങൾ സെക്കൻഡ് പേപ്പറായ മാത്തമെറ്റിക്സ് ആണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നെയിം ഓഫ് ദ സബ്ജക്റ്റിൻ്റെ അവിടെ മാത്തമെറ്റിക്സ് എന്ന് എഴുതുക. ഫുൾ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ദെൻ ഏഴാമത്തത് നമ്മൾ എഴുതിയ അത്രയും സർട്ടിഫിക്കേഷൻ പോലെ ഡിക്ലറേഷൻ പോലെ നിങ്ങളുടെ സിഗ്നേച്ചർ യൂസ് ചെയ്യാനായിട്ടുള്ള പോർഷനാണ്. സോ അവിടെ വേറെ ഒന്നും ചെയ്യേണ്ട. സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ മേളിലായിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ കൂടെ ഇടുക. സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റർ നിങ്ങളല്ല ഇടാനായിട്ടുള്ളത്, അത് നിങ്ങളുടെ ക്ലാസ്സിൽ നിൽക്കുന്ന അധ്യാപികയാണ് ഇടാനായിട്ടുള്ളത്. സോ സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റർ നിങ്ങൾ ചെയ്യേണ്ടതുള്ള അല്ല. ഇതത്രയും കാൻഡിഡേറ്റ്സ് ഡേറ്റ ആയിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോഴേക്കും ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബബിൾ ചെയ്യാനുള്ള പോർഷൻ ഉണ്ട്. അവിടെ വേണം നമ്മൾ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് ബബിൾ ചെയ്യാൻ. പക്ഷേ ഇതിലല്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഓറഞ്ച് OMR കാണും ഇതിന് പുറത്ത്, അതിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ടുള്ളത്. ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിൻറ്റ് പെന്നാണ് ആവശ്യം. സോ എനിവേ ബ്ലൂ ഓർ ബ്ലാക്ക് പെൻ വേണം നിങ്ങൾ കൊണ്ടുപോകാനായിട്ടുള്ളത്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിൽക്കുന്ന ഇൻവിജിലേറ്ററിനോട് ചോദിക്കാൻ ഒരു മടിയും കാണിക്കേണ്ട. ദേ വിൽ റിസോൾവ് ഇറ്റ്. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും തീർച്ചയായിട്ടും.
അതുപോലെ തെറ്റ് കൂടാണ്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യേണ്ടതാണ്. കാരണം ഇത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ പേടിച്ചൊന്നും തെറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ സ്റ്റെപ്സ് മാത്രം ഫോളോ ചെയ്താൽ മതി. ഇറ്റ് വുഡ് ബി റിയലി ഈസി വൺ. അതുപോലെ നിങ്ങൾ ഈ കിട്ടുന്ന ഒ എം ആറിൽ ഞാൻ പറഞ്ഞു 2 ഷീറ്റ്സ് കാണും. അതിലൊന്ന് സ്കെച്ച് കിട്ടുന്ന ഷീറ്റ്സും അത് നമുക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റും. മറ്റത് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ഷീറ്റാണ്. അതെന്ന് പറയുന്ന ഓറഞ്ച് ഒ എം ആർ ആയിരിക്കും. സോ ഈ 2 ഷീറ്റ്സ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അത് സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. എങ്കിൽ നമ്മൾ എഴുതുന്ന ഡേറ്റാസ് ഒന്നും തന്നെ കൃത്യമായിട്ട് പുറകിലുള്ള സ്കെച്ച് ഷീറ്റിൽ കിട്ടത്തില്ല. അതുകൊണ്ട് നെവർ എവർ ഡു ദാറ്റ്. ആ മിസ്റ്റേക്സ് ഒന്നും കാണിച്ചേക്കരുത്. ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ നിൽക്കുന്ന അധ്യാപികയോ അധ്യാപകനോ ഒക്കെ തരുന്നതായിരിക്കും. ഇതാണ് എങ്ങനെയാണ് നമ്മുടെ ഒ എം ആർ ഫില്ല് ചെയ്യേണ്ടതും എങ്ങനെയാണ് ഒ എം ആർ ഇരിക്കുന്നതും എന്ന് കാണിക്കാനാണ്. അതുപോലെ ബബിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു തരത്തിലും തെറ്റുകുറ്റങ്ങളൊന്നും കാണിക്കരുത്. കൃത്യമായി ആ ബബിള് ഫില്ലാക്കി വേണം ചെയ്യാൻ. ബബിളിന് പുറത്തൊന്നും പോകാൻ പാടില്ല, അല്ലെങ്കിൽ സ്ട്രൈക്ക് ഔട്ട് ഒന്നും ചെയ്യാൻ പാടില്ല ബബിളിൽ. എങ്കിൽ നിങ്ങൾക്ക് അത് റീഡ് ചെയ്ത് മാർക്സ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നല്ലതായിട്ട് ബബിൾ ചെയ്യാൻ ശ്രമിക്കുക. പെൻസിൽ ഉപയോഗിച്ച് ഡാർക്കൻ ചെയ്യുക, അല്ലെങ്കിൽ ഡാർക്കൻ ചെയ്തത് പെന്നോ പെൻസിലോ ഉപയോഗിച്ചൊക്കെ ഡാർക്കൻ ചെയ്തതിനെ ഇറേസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ റീഡ് ആകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടത്തില്ല. വേണമെങ്കിൽ നെഗറ്റീവ് പോയിൻറ്റ്സ് ആകാം. സോ അതൊന്നും ഉണ്ടാക്കാണ്ട് കൃത്യമായിട്ട് തന്നെ ഒ എം ആർ ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ ഒ എം ആറിനെ കുറിച്ചിട്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി അബൌട്ട് a small discussion regarding the difficulty of Keam 2021. നമുക്കൊന്ന് പ്രഡിക്റ്റ് ചെയ്താലോ അല്ലേ? അതുമായിരിക്കും. So stay tuned, and this is your tutor from Learn with Ease signing off.